എരുമേലിയിലെ പേട്ടതുള്ളൽ വഴിപാട് സാമഗ്രികൾക്ക് നിശ്ചയിച്ചിരുന്ന കൊള്ളവില കുറയ്ക്കാൻ സാധ്യത. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് നടപടിക്കൊരുങ്ങുന്നത്. കോട്ടയം സബ് കളക്ടർ യോഗം വിളിച്ച് വില വിവരങ്ങൾ വിലയിരുത്തി. എരുമേലിയിൽ അയ്യപ്പന്മാർ പേട്ട തുള്ളുന്നതിനും ശബരിമലയിലേക്കുള്ളതുമായ വഴിപാട് സാമഗ്രികൾക്ക് കൊള്ളവില ഈടാക്കാതിരിക്കാൻ വില ഏകീകരണത്തിന് ശ്രമം നടന്നിരുന്നു. എന്നാൽ എരുമേലി ജമാഅത്തിന്റെയും താൽക്കാലിക വ്യാപാരികളുടെയും എതിർപ്പിനും സമ്മർദ്ദത്തിനും വഴങ്ങി ശരം, ഗദ, വാൾ, കിരീടം, കുങ്കുമം തുടങ്ങിയവയ്ക്ക് ജില്ലാ ഭരണകൂടം കൊള്ളവിലയായ 35 രൂപ വീതം നിശ്ചയിക്കുകയായിരുന്നു. ഇതിനെതിരെ ശബരിമല അയ്യപ്പ സേവാ സമാജം കോടതിയെ സമീപിച്ചതാണ് ഇപ്പോൾ വില കുറയ്ക്കാൻ കാരണമായത്. അയ്യപ്പ സേവാ സമാജത്തിന്റെ ഹർജിയിൽ കോടതി ജില്ലാ കളക്ടർക്ക് നോട്ടീസ് അയച്ചു. ഈ പശ്ചാത്തലത്തിലാണ് വില കുറയ്ക്കാൻ കോട്ടയം സബ് കളക്ടർ വീണ്ടും യോഗം വിളിച്ചു ചേർത്തത്. നേരത്തെ വില ഏകീകരണത്തെ ശക്തമായി എതിർത്ത എരുമേലി ജമാഅത്ത് പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തില്ല. യോഗം വഴിപാട് സാമഗ്രികളുടെ ഉൽപാദന ചെലവും ഹോൾസെയിൽ വിലയും വിപണി വിലയും വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ന്യായമായ വില നിശ്ചയിക്കുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് പുതുക്കിയ ഉത്തരവ് ഉടൻ ജില്ലാ ഭരണകൂടം പുറത്തിറക്കും. ശരം, ഗദ, വാൾ, കിരീടം, കുങ്കുമം എന്നിവയ്ക്ക് 5 രൂപ മുതൽ 7 രൂപ വരെ ഈടാക്കാമെന്നായിരുന്നു ശബരിമല അയ്യപ്പ സേവാ സമാജം നിർദ്ദേശിച്ചിരുന്നത്. 10 രൂപ വരെ നിരക്ക് പുതുക്കി നിശ്ചയിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. ശബരിമല അയ്യപ്പ സേവാ സമാജവും ശബരിമല കർമ്മസമിതിയും ഹിന്ദു ഐക്യവേദിയും ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങിയതുമാണ് വില ഏകീകരണം പുനർനിർണയിക്കാൻ സാഹചര്യമൊരുക്കിയത്. മിഥുൻ അയ്യപ്പൻ, ജനം, കോട്ടയം.